അങ്ങനെ നമ്മുടെ iOS 18.2 ഒഫീഷ്യലി റിലീസ് ആയിരിക്കുകയാണ്. ഈ ഒരു അപ്ഡേഷനിൽ കുറേയധികം അടിപൊളി മാറ്റങ്ങളാണ് ആപ്പിൾ എല്ലാ യൂസേഴ്സിനുമായിട്ടും തന്നിരിക്കുന്നത്. സോ ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഞാൻ കവർ ചെയ്യുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കാണുക, എന്നാൽ മാത്രമാണ് ഈ ഒരു അപ്ഡേഷനിലെ എല്ലാ പുതിയ മാറ്റങ്ങളും അപ്ഡേഷൻസും നിങ്ങൾക്ക് അറിയാൻ പറ്റുക. സോ ദിസ് ഇസ് ജെബിൻ സേവ്യ ഫ്രം എവിക്ക. തുടക്കം തന്നെ നമ്മുടെ കസ്റ്റമൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാവുന്ന പോലെ iOS 8-ൽ ഡാർക്ക് മോഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഈ പറഞ്ഞ ആപ്പ് ഐക്കൺസും ബാക്കി കാര്യങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റി. പക്ഷേ ഈ ഒരു സെറ്റിങ്സ് മോഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ആപ്പ് ഐക്കൺസും ഡാർക്ക് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇത് ഡാർക്ക് മോഡ് മാത്രമല്ല, ടിൻഡർ ഓപ്ഷനിലും നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം എഡിറ്റ് ഓപ്ഷനിൽ പോയി നിങ്ങൾ കസ്റ്റമൈസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ടിൻഡഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളറിലേക്ക് ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ ക്രിസ്മസ് വൈബ് ആയതുകൊണ്ട് ഒരു ഗ്രീനിലേക്ക് മാറ്റി. ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എൻ്റെ ഫുൾ ആപ്പുകളും ടിൻഡഡ് ഷെയ്ഡിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെറ്റിങ്സിലേക്ക് പോകുമ്പോഴും ഈ ഒരു സെറ്റിങ്സ് ആപ്സിലും ഈ ഒരു ഗ്രീൻ ഷെയ്ഡ് കണ്ടിന്യൂ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ഫ്ലെജ് ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺസും എല്ലാം കറക്റ്റായിട്ട് ഒരു ടിൻഡഡ് ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ആപ്പ് ഐക്കൺസ് നോക്കുമ്പോഴും നിങ്ങൾക്ക് എല്ലാ ആപ്പ് ഐക്കൺസും ആ ഒരു ഗ്രീൻ ഷെയ്ഡിലേക്ക് മാറിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കളറിലേക്ക് ആപ്പ് ഐക്കൺസും ഇനി സെറ്റിങ്സിൽ മാറ്റാൻ പറ്റും. നമ്മുടെ അടുത്ത മാറ്റം വരുന്നത് കൺട്രോൾ സെൻറ്ററിലാണ്. ജസ്റ്റ് കൺട്രോൾ സെൻറ്ററിൽ പുതിയ ഒരു കൺട്രോൾ നമുക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ആഡ് എ കൺട്രോൾ കൊടുക്കാം. താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട്. അതാണ് ടൈപ്പ് ടു സിറി എന്ന് പറയുന്നത്. ഈ ഒരു ടൈപ്പ് ടു സിറി ഓപ്ഷൻ നമുക്ക് കൺട്രോൾ സെൻറ്ററിൽ ഇപ്പോൾ പുതുതായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അത് നമുക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഈ പറഞ്ഞ ടൈപ്പ് ടു സിറി നമുക്ക് ഇതേപോലെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ അടുത്ത വന്ന ഈ ചേഞ്ച് ആപ്പിൾ മ്യൂസിക്കിലാണ്. ജസ്റ്റ് ആപ്പിൾ മ്യൂസിക് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും യൂസർ ഇൻ്റർഫേസിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പുതിയ 3 ഡോട്ട് ഐക്കൺ വന്നിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എഡിറ്റ് സെക്ഷൻസ് എന്ന് വരും. അവിടെ നമുക്ക് പുതിയ നമ്മുടെ എല്ലാ ഓപ്ഷൻസും അതേപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ട്രാക്കുകൾ, ജനറൽസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. ആൻഡ് നമ്മുടെ നൗ പ്ലേയിങ് ഓപ്ഷനിലും ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നമ്മുടെ മ്യൂസിക്കിൻ്റെ ക്യൂ ഓപ്ഷനിൽ പോയി കഴിയുമ്പോൾ ആ ഒരു ചെറിയ ഐക്കൺ ചേഞ്ചും ഇവിടെ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഇതേപോലെ മ്യൂസിക് റിമൂവ് ചെയ്യാൻ നേരം ഈ ഒരു റിമൂവ് ബട്ടൻ്റെ ആ ഒരു പുതിയ ഐക്കണും ആപ്പിൽ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഇപ്പോൾ ജസ്റ്റ് ഒരു പാട്ട് പ്ലേ ചെയ്യാം. ഞാനിവിടെ മ്യൂസിക്കിൻ്റെ ഈ ഒരു സൗണ്ട് ഫുള്ള് ഓഫ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചിട്ടുണ്ട്. പ്ലേ ചെയ്തു. അതിനുശേഷം ലോക്ക് സ്ക്രീൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ഒരു മ്യൂസിക്കിൻ്റെ ആ ഒരു ടൈം ലൈൻ മാത്രമാണ് കൺട്രോൾ ചെയ്യാൻ പറ്റുക. വോളിയം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ iOS 18-ലേക്ക് വന്നപ്പോൾ എടുത്ത് മാറ്റിയ ആ ഒരു ഓപ്ഷൻ ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നുണ്ട്. അതിന് നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. സെറ്റിങ്സ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ആക്സസിബിലിറ്റി സെലക്ട് ചെയ്യാം. ഈ ഒരു ആക്സസിബിലിറ്റി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നേരെ താഴത്തേക്ക് പോവാം. ഇവിടെ ഓഡിയോ ആൻഡ് വിഷ്വൽ എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു ഓപ്ഷൻ നേരെ താഴത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും ഇവിടെ ഓൾവേസ് ഷോ വോളിയം കൺട്രോൾസ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യാം. നേരെ ആപ്പിൾ മ്യൂസിക് ഒന്ന് ക്ലോസ് ചെയ്യാം. ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ ട്രാക്ക് പ്ലേ ചെയ്യാം. നിങ്ങൾക്ക് ലോക്ക് സ്ക്രീൻ നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു പാട്ടിൻ്റെ വോളിയം കൺട്രോളിൻ്റെ ഓപ്ഷൻ ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കറക്റ്റായിട്ട് ഈ പറഞ്ഞ ട്രാക്കിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കിനി അത് വേണ്ടെങ്കിൽ ഈ പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്താൽ മതി. ആ ഒരു വോളിയം കൺട്രോള് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. അതേപോലെ അടുത്ത വന്ന ഓപ്ഷനാണ് നമുക്ക് വോളിയം ഇനി ലിമിറ്റ് ചെയ്യാനും പറ്റുന്നതാണ്. അത് സെറ്റിങ്സിൽ നമുക്ക് ഈ പറഞ്ഞ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിലാണ് ചെയ്യാൻ പറ്റുക. നേരെ സെറ്റിങ്സ് എടുക്കുക. അവിടെ സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എന്ന ഓപ്ഷൻ ഉണ്ട്, സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഏറ്റവും താഴത്തേക്ക് പോകുമ്പോൾ വോളിയം ലിമിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ബിൽറ്റ് ഇൻ സ്പീക്കേഴ്സിൽ നിങ്ങൾക്ക് ഇനി മുതൽ വോളിയം കൺട്രോൾ ചെയ്യാം. ജസ്റ്റ് സെലക്ട് ചെയ്യാം. മാക്സിമം വോളിയം നിങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ഡെസിബൽ അനുസരിച്ച് നിങ്ങൾക്ക് സൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഈ പറഞ്ഞ 20% മുതൽ 90% വോളിയം മാക്സിമം ലൗഡ്നെസ് സെറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ട. കാരണം നമുക്കറിയാവുന്ന പോലെ
നമ്മുടെ സ്പീക്കേഴ്സിന് മാക്സിമം ക്വാളിറ്റി ഔട്ട്പുട്ട് തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ നല്ല വോളിയം കൺട്രോൾ യൂസ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ മ്യൂസിക്സിനും ഈ പറഞ്ഞ സിനിമാസിനും നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നല്ലൊരു ഹൈഫൈ സൗണ്ട് തന്നെ നമുക്ക് ആവശ്യം വരും. അടുത്ത് വരുന്ന മാറ്റം നമ്മുടെ മ്യൂസിക് റെക്കഗ്നിഷൻ ഷസാമിലാണ്. നേരെ ഷസാം ഓപ്ഷൻ എടുക്കാം. ഈ ഒരു കൺട്രോൾ സെൻറ്ററിൽ ലോങ് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്ന്, നമ്മുടെ മ്യൂസിക് റെക്കഗ്നീഷൻ ചെയ്യാനും, രണ്ട്, നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത ട്രാക്കിൻ്റെ ഹിസ്റ്ററീസ് അറിയാനും. ജസ്റ്റ് ഹിസ്റ്ററീസ് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെയും നമുക്കൊരു ചെറിയ മാറ്റം വന്നുണ്ട്. ജസ്റ്റ് ഹിസ്റ്ററി എടുക്കാം. ഈ ഒരു ഹിസ്റ്ററി എടുക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ട്രാക്കുകളും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം ഏത് ലൊക്കേഷനിലാണ് ഈ ഒരു ട്രാക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ഫൈൻഡ് ചെയ്ത് എല്ലാ ഓപ്ഷൻസും നമുക്കിവിടെ ലഭിക്കും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇൻ്റർനെറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഈ പറഞ്ഞ ട്രാക്കുകൾ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. 267 സോങ്സ് ഞാനിവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾ ആ ട്രാക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്തേക്ക് പോകുമ്പോൾ എവിടെ വെച്ചാണ് ഞാൻ ഈ ഒരു ട്രാക്ക് സെലക്ട് ചെയ്ത് അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്ത്, എത്ര മണിക്കാണ് ഈ ഒരു ട്രാക്ക് ഞാൻ റെക്കഗ്നൈസ് ചെയ്തത്, ബാക്കി എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളിപ്പോൾ ഏതെങ്കിലും കോൺസെർട്ടിലോ എവിടെ വെച്ചാണ് ആ ട്രാക്ക് കണ്ടുപിടിച്ചെന്നുള്ള കറക്റ്റ് ഡീറ്റെയിൽസ് ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു ഷസാം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാവുന്നതാണ്. അടുത്ത വരുന്ന മാറ്റം നമ്മുടെ ആപ്പുകളുടെ കസ്റ്റമൈസേഷനാണ്. യെസ്, സെറ്റിങ്സിലേക്ക് പോവാം. നേരെ താഴത്തേക്ക് പോയി ആപ്സ് എന്ന ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ ഇനി മുതൽ നമുക്ക് ഡിഫോൾട്ട് ആപ്പുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കുറേയധികം ഡിഫോൾട്ട് ആപ്പുകൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ പറ്റും. ഇമെയിൽ, മെസ്സേജിങ്, കോളിംഗ്, കോൾ ഫിൽറ്ററിങ്, ബ്രൗസിങ് ആപ്ലിക്കേഷൻ, അതേപോലെ പാസ്വേഡ്, കീബോർഡ്സ് എല്ലാം നമുക്ക് ഇനി മുതൽ കസ്റ്റമൈസ് ചെയ്യാം. ജസ്റ്റ് ഇമെയിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ മെയിലും ആപ്പിളിൻ്റെ മെയിലും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ മെസ്സേജിങ് ആപ്സ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് കോളിംഗ് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യാം. അതേപോലെ ബ്രൗസിങ് ആപ്പ് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ബ്രൗസിങ് ആപ്പ് ഉണ്ടെങ്കിൽ അതും ഇവിടെ കറക്റ്റായിട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റും. ഈ ഒരു ഡിഫോൾട്ട് ആപ്ലിക്കേഷൻസും ഇനി മുതൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റും. ഈ ഒരു ഡിഫോൾട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെസ്സേജിങ് ഓപ്ഷനിലേക്ക് പോവാം. മെസ്സേജിങ് ഓപ്ഷനിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിഫോൾട്ട് ആപ്പ് സെറ്റ് ചെയ്യാം. ഇവിടെ സെൻസിറ്റീവ് കോണ്ടന്റ് വാർണിംഗ് എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോട്ടോസിലേക്ക് എയർ ഡ്രോപ്പ് ചെയ്യുകയോ മെസ്സേജ് വഴി വരുന്ന ഏതെങ്കിലും എക്സ്പ്ലിറ്റ് ആയ ഫോട്ടോസോ ന്യൂഡിറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്ലറായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ ഫോണിൽ മാത്രമാണ് ലഭിക്കുന്നത്. ആപ്പിളിനോ അവരുടെ പ്രൈവറ്റ് ആയ ബ്രൗസിങ്ങിലോ ഒന്നിലും ഈ ഒരു ഫോട്ടോസോ ബാക്കി കാര്യങ്ങളോ ഷെയർ ആവുന്നതല്ല. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിലാണ്. ഷോർട്ട് കട്ട് ആപ്പിൽ നമുക്ക് ഇനി മുതൽ ഫിറ്റ്നസ്സിന് കുറച്ചധികം ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നേരെ നമ്മുടെ ഷോർട്ട് കട്ട് ആപ്പിലേക്ക് പോകാം. ഈ ഒരു ഷോർട്ട് കട്ട് ആപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒരു പുതിയ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യാം. ഇവിടെ സെർച്ച് ആക്ഷനിൽ ഫിറ്റ്നസ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ കുറച്ചധികം പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ വന്നിട്ടുണ്ട്. ഇത്രമാത്രം ഓപ്ഷൻസ് ഇനി മുതൽ നിങ്ങൾക്ക് ഫിറ്റ്നസ്സിൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. ഈ ഓരോ ഓപ്ഷൻസും നമ്മൾക്ക് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനാണ് ഓരോ വട്ടവും ഷോർട്ട് കട്ടിലെ ഈ പറഞ്ഞ ആക്സസിബിലിറ്റി ഓപ്ഷൻസ് ആപ്പിൾ ഇംപ്രൂവ് ചെയ്യുന്നത്. അടുത്ത വരുന്ന മാറ്റം നമുക്കറിയാവുന്ന പോലെ ആപ്പിളിൻ്റെ എയർപോർട്സ് സെക്കൻഡ് ജനറേഷനിൽ ഈ ഒരു ഹിയറിംഗ് എയ്ഡിൻ്റെ ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്ക് 15, 16 സീരീസിൽ മാത്രമല്ല iOS 18 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസിലും എയർപോർട്സ് പ്രോ 2 ആണെങ്കിൽ ഈ ഒരു ഹിയറിംഗ് എയ്ഡിങ് ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. ഇത് അമേരിക്ക, USA എന്നീ പറഞ്ഞ കൺട്രീസിലും മാത്രമല്ല കുറച്ചധികം സെലക്ടഡ് കൺട്രീസിലും ആപ്പിൾ ഈ ഒരു ഹിയറിംഗ് എയ്ഡിങ് ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന മാറ്റം നമ്മുടെ ഫൈൻഡ് മൈയിൽ കുറച്ചധികം അടിപൊളിയായ ചേഞ്ചസ് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ ഫൈൻഡ് മൈ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഐറ്റംസ് ആഡ് ചെയ്യാൻ പറ്റും. സേ ഫോർ എക്സാമ്പിൾ എയർ ടാഗ്, ജിയോ ടാഗ് എന്നിങ്ങനെ കുറച്ചധികം സെലക്റ്റഡ് ആയ ടാഗുകളും ഐറ്റംസും ഷെയർ ചെയ്യാനും ആഡ് ചെയ്യാനും പറ്റും. ഇവിടെ ലോസ്റ്റ് എയർ ടാഗ് എന്ന ഓപ്ഷനിൽ 2 പുതിയ ഓപ്ഷൻസ് ആപ്പിൾ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷോ കോൺടാക്ട് ഇൻഫോ. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടാപ്പ് ആൻഡ് റിവീൽ ഇൻഫോ, അലോ അതേഴ്സ് ടു ഗെറ്റ് ടച്ച് എന്ന്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഈ പറഞ്ഞ എയർ ടാഗ് മിസ്സാവുകയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ പറഞ്ഞ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പറും അതേപോലെ പേരും ഈ പറഞ്ഞ എയർ ടാഗ് ഉപയോഗിച്ചുകൊണ്ട് വേറൊരു വ്യക്തിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുകയും നിങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാനും ഹെൽപ്പാവും. നിങ്ങൾക്ക് കണ്ടിന്യൂ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ചെറിയ പ്രോംപ്റ്റ് വരും. ഈ ഒരു ഐറ്റം നിങ്ങളുടെ കൂടെ ഉണ്ട്, ഇതൊരു ചെറിയ പ്രോക്സിമിറ്റി വിട്ടുപോകുകയും നിങ്ങളുടെ കയ്യിൽ നിന്ന് ലോസ്റ്റ് ആയാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി എനേബിൾ ആവുള്ളൂ. അതേപോലെ അടുത്ത വന്ന ഓപ്ഷനാണ് ഷെയർ ഐറ്റം ലൊക്കേഷൻ എന്ന് പറയുന്നത്.
ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇനി മുതൽ എയർലൈൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യും. അതും സെലക്റ്റഡ് ആയ എയർലൈൻസ് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഷെയർ ഐറ്റം ലൊക്കേഷനിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ട്രസ്റ്റഡ് ആയ ഒരാൾക്കോ അല്ലെങ്കിൽ ഒരു എയർലൈനിലോ ഒരു ക്ലിക്ക് ചെയ്യാൻ പറ്റിയ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ എബ്രോഡൊക്കെ ട്രാവൽ ചെയ്യുന്ന കൂട്ടുകാർക്ക് അവരുടെ ലഗേജിൽ ഈ ഒരു എയർ ടാഗ് യൂസ് ചെയ്ത് മിസ്സാവുകയാണെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസ്, എമിറേറ്റ്സ് എന്നിങ്ങനെ പറയുന്ന ഓരോ എയർലൈൻസുകാർക്ക് ഈ ഒരു എയർ ടാഗ് ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും അവർക്കും ഈ പറഞ്ഞ ഐറ്റം ഫൈൻഡ് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമാവുകയും ഈ ഒരു എയർ ടാഗ് വെച്ച് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതും നിങ്ങൾക്ക് ഇതേപോലെ ഈ പറഞ്ഞ പ്രോക്സിമിറ്റിയിൽ നിന്ന് വിട്ടുപോകുകയോ അല്ലെങ്കിൽ ലോസ്റ്റ് ആയാൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിളിന് എനേബിൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ iPhone 16 സീരീസിലെ ക്യാമറ കൺട്രോളിനാണ്. ജസ്റ്റ് ക്യാമറ ആക്സസ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഈ പറഞ്ഞ ക്യാമറ കൺട്രോൾ ബട്ടൺ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഓട്ടോ ലോക്ക് എക്സ്പോഷർ ഓപ്ഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇതേപോലെ എന്തെങ്കിലും ഒരു ഷോട്ട് എടുക്കുമ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് കറക്റ്റ് ഫോക്കസ് ചെയ്യാനാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതോടൊപ്പം നിങ്ങൾക്ക് ഇനി മുതൽ ഡബിൾ ടാപ്പിൻ്റെ ഫേംനെസ്സും കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിന് സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ആക്സസിബിലിറ്റി ഓപ്ഷൻ എടുത്ത് നേരെ സ്ക്രോൾ ഡൗൺ ചെയ്യുക. ക്യാമറ കൺട്രോൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് സ്ക്രോൾ ഡൗൺ ചെയ്ത് താഴത്തേക്ക് പോവാം. ഇവിടെ ഡബിൾ ക്ലിക്കിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് ഇതേപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഡിഫോൾട്ട് സ്പീഡ്, അതേപോലെ സ്ലോ ആൻഡ് സ്ലോവർ, ഈ ഒരു 3 ഓപ്ഷൻസും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡബിൾ ക്ലിക്കിലും വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുറേയധികം കൂട്ടുകാർക്ക് എപ്പോഴും വരുന്നൊരു പ്രശ്നമാണ്, അൺഫോർച്ചുനേറ്റ് ആയിട്ട് നമ്മുടെ ഫോൺ ഈ ഒരു ക്യാമറ കൺട്രോളിൽ ഞെക്കി ക്യാമറ ആക്സസ് ചെയ്യുന്ന ഒരു പ്രശ്നം. അതിനും ഒരു സൊല്യൂഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. നേരെ സെറ്റിങ്സിലേക്ക് പോവാം. ഇവിടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് ഓപ്ഷൻ എടുക്കാം. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ റിക്വയർ സ്ക്രീൻ ഓൺ എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കാണിച്ചു തരാം. അതിനുശേഷം ഈ ഒരു ക്യാമറ കൺട്രോൾ ഞാൻ ഞെക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാമറ ആക്സസ് ചെയ്യുന്നുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് ഇതേപോലെ ആക്സിഡൻ്റായിട്ട് ക്യാമറ ബട്ടൺ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റിക്വയർ സ്ക്രീൻ ഓൺ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ആദ്യം ആക്സസ് ചെയ്യില്ല. അതിന് പകരം ആദ്യം സ്ക്രീൻ ഓൺ ആവും. അതിനുശേഷമാണ് ഈ പറഞ്ഞ ക്യാമറ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആക്സിഡൻ്റായിട്ട് ഈ പറയുന്ന ക്യാമറ ആക്സസ് ചെയ്യാൻ വേണ്ടിയാണ്, ആക്സിഡൻ്റലി ക്യാമറ ആക്സസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത വന്ന മാറ്റം വോയിസ് റെക്കോർഡിങ്ങിലാണ്. ജസ്റ്റ് വോയിസ് റെക്കോർഡ് എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഇനി മുതൽ സെക്കൻഡ് ലെയർ ഓഫ് വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഇത് iPhone 16 Pro സീരീസിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് പുതിയ ആ ഒരു മൈക്ക് അറേ സെറ്റപ്പ് ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു സെക്കൻഡ് ലെയർ ഓഫ് വോയിസ് ലെയർ 16 Pro സീരീസിൽ മാത്രം അവൈലബിൾ ആയിരിക്കുന്നത്. 16 സീരീസിൽ പോലും ഈ പറയുന്ന വോയിസിൻ്റെ സെക്കൻഡ് ലെയർ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റില്ല. ഒരു വോയിസ് റെക്കോർഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇൻ ബിറ്റ്വീൻ നമുക്ക് വേറൊരു വോയിസ് ആഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു 16 Pro സീരീസിൽ നമുക്കിനി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വരുന്ന ഒരു മേജർ മാറ്റമാണ് നമ്മുടെ ഫോട്ടോസ് ആപ്പിൽ വരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോസ് ആപ്പിൻ്റെ മെനു ഓപ്ഷൻ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ആനിമേഷൻ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. ഫുൾ സൈസ് ഫോട്ടോ വരുമ്പോൾ ആ ഒരു ഷ്രിങ്കിങ് ഇപ്പോൾ ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. അതേപോലെ ഇനി മുതൽ നിങ്ങൾക്ക് ഈ ഒരു ലേഔട്ടിലായിരിക്കും ഫോട്ടോസിൻ്റെ ആ ഒരു ഗ്രിഡ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഗ്രിഡിൻ്റെ ഓപ്ഷനും ആപ്പിൾ ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഡേറ്റും ടൈമും ആപ്പിൾ ഇവിടെ സെൻറ്ററിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നേരത്തെയുള്ള അപ്ഡേഷനിൽ നമുക്ക് ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിരുന്നു ടൈമും ഡേറ്റും വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേഷനിൽ സെൻറ്ററിലേക്ക് മാറിയിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങൾക്ക് ഈ 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ കുറച്ചധികം പുതിയ ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. അതിലൊന്നാമതാണ് ഈ പറയുന്ന ഡെയിലി ജേർണലിലേക്ക് ആഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ. ഈ ഒരു 3 ഡോട്ട്സിലും ആപ്പിൾ ചെറിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി വന്നിരിക്കുന്ന മാറ്റം നമുക്കൊരു വീഡിയോ സെഷനിലാണ്. നമുക്ക് ജസ്റ്റ് ഒരു വീഡിയോ സെഷൻ എടുക്കാം. വീഡിയോ എടുത്തതിന് ശേഷം നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു ഗ്രിഡും ആ ഒരു വീഡിയോയുടെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. കുറച്ച് പേർക്കൊന്നും ഈ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ഈ ഒരു ലേ ഔട്ട് ഇഷ്ടമായിട്ടില്ല. എനിക്ക് പേഴ്സണലി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഇഷ്ടമായിട്ടില്ല. അടുത്ത വന്നിരിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ഇനി മുതൽ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് ഈ ഒരു വീഡിയോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവും 5.9 ആ ഒരു 14 ഫ്രെയിം, എനിക്ക് 16, 17 എന്നീ പറഞ്ഞ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്ഷൻ ആപ്പിളിൻ്റെ വീഡിയോ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. പിന്നീട് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഒരു വീഡിയോ കഴിഞ്ഞ് ഓട്ടോമാറ്റിക്കലി സെയിം വീഡിയോ റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സെയിം ഒരു ലൂപ്പിലാണ് ഈ ഒരു വീഡിയോ പ്ലേ ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു വീഡിയോ ലൂപ്പ്
നമുക്ക് നിർത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ ഈ പറഞ്ഞ ഫോട്ടോസ് ഓപ്ഷൻ നമുക്ക് സെലക്ട് ചെയ്യാം. നേരെ ഏറ്റവും താഴത്ത് പോയി ആപ്സ് എടുക്കാം, ഫോട്ടോസ് ഓപ്ഷൻ എടുക്കാം. ഈ ഒരു ഫോട്ടോസ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ താഴത്തേക്ക് പോവാം. ഈ ഒരു ഓപ്ഷൻ ലൂപ്പ് വീഡിയോ എന്ന ഓപ്ഷൻ നമ്മൾ ഓഫ് ചെയ്തിടുക. ഇത് iOS 18.2 അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് ഓൺ ആയിരിക്കും. നിങ്ങൾക്ക് ഇതേപോലെ ഓഫ് ചെയ്യാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഫോട്ടോസ് ആപ്പ് എടുക്കാം, നേരെ നമ്മുടെ ആ ഒരു വീഡിയോ എടുക്കാം, ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യാം. വീഡിയോ കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് സ്റ്റോപ്പ് ആവുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ ഇതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഈ ഒരു വീഡിയോ പ്ലേ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഫോൺ ലോക്ക് ആവില്ല. ആ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത വന്നിരുന്ന മാറ്റം നമുക്കൊരു കംപ്ലീറ്റ് റീഡിസൈൻഡ് ആപ്പിൾ മെയിൽ ആപ്പ് ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ഒരു മെയിൽ ആപ്പ് നോക്കുമ്പോൾ മനസ്സിലാവും കംപ്ലീറ്റ് ഒരു റീഡിസൈൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ആപ്പിൾ ഇൻ്റലിജൻസ് ഇല്ലെങ്കിലും എന്തായാലും ലഭിക്കുകയാണ്. പക്ഷേ ഈ പറഞ്ഞ മെയിലിൻ്റെ സമ്മറി ലഭിക്കണമെങ്കിൽ ആപ്പിൾ ഇൻ്റലിജൻസ് എന്തായാലും വേണ്ടതാണ്. അതോടൊപ്പം ഈ ഒരു 3 ഡോട്ട്സിൽ ടാപ്പ് ചെയ്യുമ്പോൾ 2 പുതിയ ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്ന് കാറ്റഗറിയും 2 ലിസ്റ്റ് വ്യൂയും. ലിസ്റ്റ് വ്യൂ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പഴയ നമ്മുടെ ഈ പറഞ്ഞ മെയിൽ ആപ്പിലേക്ക് പോകും. കാറ്റഗറീസ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ ഒരു ഓപ്ഷനിൽ അല്ലെങ്കിൽ പുതിയ ആപ്പ് ഇൻ്റർഫേസിലേക്കാണ് പോകുന്നത്. ഇവിടെ അപ്ഡേറ്റ്സ്, പ്രമോഷൻ, അതേപോലെ ട്രാൻസാക്ഷൻസ് എന്നീ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. ഓൾ മെയിലുകളുണ്ട്. നിങ്ങൾക്ക് ഓരോന്നും പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്തെടുക്കാനാണ് ഈ ഒരു പുതിയ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പുതിയ മെയിൽ ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമ്മുടെ iOS 18.2 വന്ന ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചേഴ്സ് നോക്കാം. ഏറ്റവും ആദ്യം സിറി ചാറ്റ് GPT ഇൻ്റഗ്രേഷൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യം സിറിനെ മാത്രം യൂസ് ചെയ്യാം. ഗിവ് മി എ റെസിപ്പി ഓഫ് മാർഗരിറ്റ പിസ്സ. Here are 5 videos matching recipe margarita pizza. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് സിറിനെ യൂസ് ചെയ്താണ് ഞാനിപ്പോൾ മാർഗരിറ്റ പിസ്സയുടെ ആ റെസിപ്പി എടുക്കുന്നത്. ഷോ ഓൺ യൂട്യൂബ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ചാറ്റ് GPT യൂസ് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. Hey Siri, give me a recipe of margherita pizza by ChatGPT. ഇവിടെ വർക്കിംഗ് വിത്ത് ചാറ്റ് GPT എന്ന് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആനിമേഷനും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കംപ്ലീറ്റ് റെസിപ്പി ഇവിടെ ചാറ്റ് GPT യൂസ് ചെയ്താണ് വന്നിരിക്കുന്നത്. ഏറ്റവും അടിയിലായിട്ട് ചെക്ക് ഇൻഫർമേഷൻ ഫോർ മിസ്റ്റേക്സ് എന്ന് കറക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് സ്നാപ്പ് ഓഫ് എ സെക്കൻഡിൽ തന്നെ ചാറ്റ് GPTയും സിറിയും യൂസ് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആയ എല്ലാ കാര്യങ്ങളും ഇനി മുതൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഈ ഒരു ചാറ്റ് GPT ഇൻ്റഗ്രേഷൻ നിങ്ങൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് വെച്ചാൽ നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ആപ്പിൾ ഇൻ്റലിജൻസ് ആൻഡ് സിറി എന്ന ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. തൊട്ട് താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ എക്സ്റ്റൻഷൻസിൽ ചാറ്റ് GPT ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് ഈ പറഞ്ഞ ചാറ്റ് GPT ആപ്പ് ഓൾറെഡി ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ചാറ്റ് GPT റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ കൺഫേം ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഒരു പ്രോ യൂസർ ആണെങ്കിൽ ഇവിടെ അണ്ടർ ലിമിറ്റിന് പകരം ഒരു പുതിയ ഓപ്ഷൻ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ചാറ്റ് GPT വാങ്ങിക്കാൻ ഉള്ള ഓപ്ഷനും ഇവിടെ വരുന്നുണ്ട്. ഓൾറെഡി ഈ ഒരു ചാറ്റ് GPT അക്കൗണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാം. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് എല്ലാ കൺട്രീസിലും അവൈലബിൾ അല്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് കറക്റ്റായിട്ട് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്, ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കണ്ട് മനസ്സിലാക്കി ഈ ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് മേക്ക് ഷുവർ ഈ പറയുന്ന ഇമേജ് പ്ലേ ഗ്രൗണ്ടും ബാക്കി എല്ലാ ഫീച്ചേഴ്സും ആപ്പിളിൻ്റെ ഈ ഒരു iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് അപ്പം തന്നെ ലഭിക്കില്ല. അതിന് പകരം നിങ്ങളുടെ ഫോൺ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യണം. അതേപോലെ ഈ ഒരു ഫോൺ പ്ലഗ് ഇൻ ചെയ്യണം. അതായത് നമ്മുടെ ഫോൺ ചാർജിലും അതേപോലെ വൈഫൈയിലാണെങ്കിൽ മാത്രമാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഈ പറഞ്ഞ ഇമേജ് പ്ലേ ഗ്രൗണ്ട് ബാക്കി എല്ലാ ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ കാര്യങ്ങളും ഡൗൺലോഡ് ആകുകയുള്ളൂ. അത് ഡൗൺലോഡ് ആയാൽ മാത്രമാണ് ഈ എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സ്റ്റെപ്പ് തന്നെയാണ്. അടുത്ത വന്നിരിക്കുന്ന ഒരു മേജർ അപ്ഡേറ്റ് ആണ്. ഇനി മുതൽ നമുക്ക് ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്.
ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ഓരോ ആൾക്കാരുടെയും ഫോട്ടോസ് ഇതേപോലെ ഒരു ഫോട്ടോസായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഫോട്ടോസാണ്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയൽ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതേപോലെ കാർട്ടൂൺസും അതേപോലെ സ്റ്റെൻസിൽ ഓപ്ഷൻസും ആണ് ഇപ്പോൾ ആപ്പിൾ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ കുറേയധികം സജഷൻസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഡിസ്ക്രൈബ് ആൻഡ് ഇമേജ് എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് സേവ് ചെയ്തിരിക്കുന്ന അതേപോലെ ഫോട്ടോസിൽ ആഡ് ചെയ്തിരിക്കുന്ന ഓരോ ആൾക്കാരുടെയും പേരും ഡീറ്റെയിൽസും നിങ്ങൾക്കിവിടെ ലഭിക്കും. അതേപോലെ ഇവിടെ ഒരു പ്ലസ് ബട്ടണും ലഭിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് താഴത്ത് കൊടുത്തിട്ടുണ്ട് ആപ്പിളിൻ്റെ ഒരു ബേറ്റയാണ് ഇപ്പോഴും ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇമേജ് പ്ലേ ഗ്രൗണ്ട് മേ ക്രിയേറ്റ് അൺഎക്സ്പെക്റ്റഡ് റിസൾട്ട്സ് എന്ന് കറക്റ്റായിട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ എൻ്റെ ഫേസ് ആഡ് ചെയ്തു. അതേപോലെ കുറച്ചധികം സജഷൻസ് വന്നിട്ടുണ്ട്. ഷോ മോർ കൊടുത്തു. ഇവിടെ ഞാൻ അഡ്വഞ്ചർ കൊടുത്തു. അതിനുശേഷം ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് റേസ് കാർ ഡ്രൈവർ എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം എനിക്കിഷ്ടമുള്ളൊരു ആക്സസറി ഞാനിവിടെ സൺഗ്ലാസ് ആഡ് ചെയ്തു. അതേപോലെ പ്ലേസും ഞാനിവിടെ ഒരു സ്റ്റേഡിയമാണ് കൊടുക്കുന്നത്. ഇത്രയും ഓപ്ഷൻസ് കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും ഒരു കറക്റ്റ് ഒരു ഇമേജ് വന്നിട്ടുണ്ടാകും. ജസ്റ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡൺ കൊടുത്തു. ഇവിടെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ലോഡിങ് കാണിക്കുന്നുണ്ട്. അടുത്ത ഫോട്ടോ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും എൻ്റെ ഒരു ഫേസ് റെക്കഗ്നീഷനായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് 3 ഡോട്ട് ടാപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് എ കൺസേൺ, സേവ് ഇമേജ്, ഷെയർ, കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ ഈ ഒരു കൺസേണിൽ റിപ്പോർട്ട് ചെയ്യാനാണ് കറക്റ്റ് എൻ്റെ ഫോട്ടോ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ള ഡീറ്റെയിൽസ്. അതേപോലെ ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോട്ടോ എനിക്കിവിടെ കറക്റ്റായിട്ട് സേവ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ പറഞ്ഞ ഫോട്ടോ ഷെയർ ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്, കാരണം ഇതെൻ്റെ ഫേസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ജസ്റ്റ് ക്ലോസ് ചെയ്തു. നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ ഫോട്ടോസും ഇതേപോലെ ലിസ്റ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതോടൊപ്പം നിങ്ങൾക്ക് ഫോട്ടോസ് ഈ പറഞ്ഞ ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ മാത്രമല്ല മെസ്സേജസിലും നിങ്ങൾക്ക് ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതിനെ നേരെ നമുക്ക് മെസ്സേജിങ് ആപ്പിലേക്ക് പോവാം. ഈ ഒരു മെസ്സേജ് ആപ്പിലേക്ക് ചെന്നിട്ട് ജസ്റ്റ് ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇമേജ് പ്ലേ ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ ഇമേജ് പ്ലേ ഗ്രൗണ്ട് കറക്റ്റായിട്ട് ഇവിടെയും നമുക്ക് ആക്സസ് ചെയ്യാം. നേരത്തെ ഞാൻ കാണിച്ച സെയിം ഓപ്ഷൻസ് നമുക്ക് ഇവിടെയും ഉണ്ട്. ജസ്റ്റ് ഒരു പുതിയ ഇമേജ് ഞാൻ ക്രിയേറ്റ് ചെയ്യാണ്. റെഡ് കാർ ഇൻ ലൈറ്റ് ഹൗസ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തു. ഡൺ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. എനിക്ക് വേറെ ഏതെങ്കിലും ഫോട്ടോസ് വേണമെങ്കിൽ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു മൾട്ടിപ്പിൾ ഫോട്ടോ ഓപ്ഷൻ എനിക്കിവിടെ വരുന്നുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് അടിപൊളിയായ ഫോട്ടോസ് ജനറേറ്റ് ചെയ്യാൻ ഈ ഒരു ഇമേജ് പ്ലേ ഗ്രൗണ്ടിൽ പെട്ടെന്ന് പറ്റുന്നതാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, റിയൽ ഫോട്ടോസ് നമുക്ക് ഈ പറയുന്ന ഇമേജ് പ്ലേ ഗ്രൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. നമുക്ക് അടുത്ത വന്ന ഫീച്ചറാണ് ജെമോജി എന്ന് പറയുന്നത്. ജസ്റ്റ് ഈ ഒരു ഇമോജി പാലറ്റിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നോക്കും മനസ്സിലാവും ഒരു പുതിയ ഇമോജി മേക്കിംഗ് ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രേസ് കൊടുത്തുകൊണ്ട് ആ ഒരു ഇമോജി ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ സ്മൈലി ഫേസ് എമിലി എന്നാണ് വന്നത്. ജസ്റ്റ് സ്മൈലി എന്നാക്കാം. സ്മൈലി ഫേസ് വിത്ത് റെഡ് ഹാറ്റ് എന്ന് കൊടുക്കുകയാണ്. റെഡ് ഹാറ്റ് എന്ന് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ട്രൈ അനദർ ഡിസ്ക്രിപ്ഷൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സ്മൈലി ഫേസ് മാറ്റിയിട്ട് ജസ്റ്റ് ഒരു വേറൊരു കാര്യം കൊടുക്കണം. ഫ്രോഗ് എന്ന് കൊടുത്തു. ആ ഒരു ഡിസ്ക്രിപ്ഷൻ ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള റിസൾട്ട്സ് തരുമെന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഒരു ഫ്രോഗ് വിത്ത് റെഡ് ഹാറ്റാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്ക് 2 ഓപ്ഷൻസും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു 3rd ഓപ്ഷൻ ഇവിടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഇമോജി ഞാൻ ക്രിയേറ്റ് ചെയ്താൽ ജസ്റ്റ് ഡൺ കൊടുക്കാം. ആ ഒരു ഇമോജി ഓട്ടോമാറ്റിക്കലി എനിക്കിവിടെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഇതേപോലെ കസ്റ്റമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇമോജി ഇനി മുതൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഓരോ ക്രിയേറ്റ് ചെയ്യുന്ന ഇമോജീസും നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് വരുന്നുണ്ടാവും. ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഈ ഓരോ ഇമോജീസ് നിങ്ങൾക്ക് ഇവിടെ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഒരു വട്ടം ക്രിയേറ്റ് ചെയ്യുന്ന ഇമോജി ഇതേപോലെ മെമ്മറിയിൽ ഇരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഒരു ഇമോജി ആക്സസ് ചെയ്യാനും പറ്റുന്നുണ്ട്. നമ്മുടെ അടുത്ത അപ്ഡേറ്റ് ആണ് വിഷ്വൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. iPhone 16 സീരീസിൽ മാത്രമാണ് വിഷ്വൽ ഇൻ്റലിജൻസ് ലഭിക്കുകയുള്ളൂ. കാരണം ക്യാപ്ചർ ബട്ടണുള്ള ഡിവൈസിൽ ഈ ഒരു ഓപ്ഷൻ നമുക്ക് വന്നിട്ടുള്ളൂ. ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാം.
നിങ്ങൾക്ക് വിഷ്വൽ ഇൻ്റലിജൻസ് വന്നിട്ടുണ്ട്. ഇതൊരു ചാറ്റ് GPT വിത്ത് ഗൂഗിൾ ലെൻസിൻ്റെ ഇൻ്റഗ്രേഷനാണ്. രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് ഒരേ സ്ഥലത്ത് കിട്ടുന്ന ഈ ഒരു ഓപ്ഷൻ നല്ല രീതിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇവിടെ കൊണ്ടുപോവുക, ഈ ഒരു ക്യാപ്ചർ ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു കാര്യം കറക്റ്റായിട്ട് ആക്സസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആസ്ക് സെർച്ച് എന്ന ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ സെർച്ച് ചെയ്യാണ്. സെർച്ചിങ് വിത്ത് ഗൂഗിൾ എന്ന് കാണിച്ചിട്ടുണ്ട്. ഇതിനുള്ള റിസൾട്ട്സ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. കുറച്ചധികം നല്ല ജെമോജീസ് അല്ലെങ്കിൽ ഈ പറയുന്ന ആനിമോജീസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ക്യാൻസൽ ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാം. ആസ്ക് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ചാറ്റ് GPT ആയിട്ട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റോ ബാക്കി കാര്യങ്ങളോ ചിലപ്പോൾ ചാറ്റ് GPT ആയിട്ട് നിങ്ങൾക്ക് കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ആ റിസൾട്ട് വന്നിട്ടുണ്ട്. ദിസ് ഈസ് ആൻ ആനിമേറ്റഡ് ഗ്രാഫിക്സ് ക്യാരക്ടർ ഓൺ എ കാർഡ് പോസിബിളി യൂസ്ഡ് ഫോർ ബ്രാൻഡിങ് ആൻഡ് പ്രൊമോഷണൽ പർപ്പസ് എന്ന് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കാര്യമല്ല, നിങ്ങൾക്ക് ഏതെങ്കിലും കോൺസേർട്ട് ടിക്കറ്റ്സോ ബാക്കി കാര്യങ്ങളോ യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു വിഷ്വൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത വന്നിരുന്ന മാറ്റം നമ്മുടെ നോട്ട്സ് ആപ്പിലാണ്. ഇനി മുതൽ നമുക്ക് ഒരു ചെറിയ സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് ഒരു നല്ല ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ മാജിക് വോൺ എന്നാണ് നമുക്ക് പറയുന്നത്. ജസ്റ്റ് ഒരു ഫോട്ടോ ഞാനിപ്പോൾ ജസ്റ്റ് ഡ്രോ ചെയ്യാണ്. ഞാനൊരു വീടിൻ്റെ ഫോട്ടോ, ജസ്റ്റ് ഒരു വീടിൻ്റെ ഫോട്ടോയും 3 കിളികളും ഒരു സൂര്യനെ ഞാനിവിടെ വരച്ചു. ജസ്റ്റ് നമുക്ക് റഫായിട്ട് വരച്ചാൽ മതി. അതിനുശേഷം ഇവിടെ കാണുന്ന ഈ ഒരു മാജിക് വോണിൻ്റെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഞാനിങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കുകയാണ്. സർക്കിൾ ചെയ്തതിന് ശേഷം കുറച്ച് ഓപ്ഷൻസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. സ്റ്റാർട്ട് വിത്ത് എ ഫ്യൂ വേർഡ്സ് ഓർ എ ഫ്രേസ് ദാറ്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദിസ് ഇമേജ് എന്ന് ഞാൻ കൊടുക്കുകയാണ്. എ ഹൗസ് വിത്ത് 3 ബേർഡ്സ് ഇൻ എ സണ്ണി ഡേ എന്ന് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ യൂസ് ചെയ്ത ആ ഒരു ഇമേജും അതേപോലെ കൊടുത്ത ഡിസ്ക്രിപ്ഷനും ഇവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഒരു 2-3 ഇമേജിൻ്റെ റിസൾട്ടാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ കൊടുത്ത സെയിം കമാൻഡ് തന്നെ. ഒരു വീടും 3 കിളികളും ഒരു സൂര്യനും അല്ലെങ്കിൽ സണ്ണി ഡേയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു പ്രസൻറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഫോട്ടോ കുറച്ചുകൂടെ ഇമേഴ്സീവായിട്ടും ആ ഒരു ഫീലും നിങ്ങൾക്ക് ഈ ഒരു നോട്ട്സ് ആപ്ലിക്കേഷനിൽ ഇനി മുതൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു ഫോട്ടോ എനിക്ക് എൻലാർജ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനും കറക്റ്റായിട്ട് പറ്റുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രാക്ടിക്കൽ നോട്ട്സും ബാക്കി കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അതോടൊപ്പം ഇനി മുതൽ നമുക്ക് ചാറ്റ് GPT ഇൻ്റഗ്രേഷനും ഈ നോട്ട്സ് ആപ്പിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ പുതിയ നോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഈ റൈറ്റിംഗ് ടൂൾ സെലക്ട് ചെയ്യാം. തൊട്ട് താഴത്തേക്ക് നോക്കുമ്പോൾ കമ്പോസ് എന്ന ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ചാറ്റ് GPT കമ്പോസ് നിങ്ങൾക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഞാനവിടെ iPhone 16 ഫീച്ചേഴ്സ് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഞാനൊരു പ്രോംപ്റ്റ് സെലക്ട് ചെയ്യുകയാണ്. ഒരു ആപ്പിൾ ഇൻ്റലിജൻസിൻ്റെ ഒരു ആനിമേഷൻ ഇവിടെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു കംപ്ലീറ്റ് റിസൾട്ടും ചാറ്റ് GPT യൂസ് ചെയ്താണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഡൺ കൊടുത്തു. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഡിസൈൻ, ഡിസ്പ്ലേ, ക്യാമറ ഫീച്ചേഴ്സ്, പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈസി ആയിട്ടാണ് ലഭിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഈ ഒരു റൈറ്റിംഗ് ടൂൾ ഒന്നുകൂടെ സെലക്ട് ചെയ്തു, കമ്പോസ് എടുത്തു. നിങ്ങൾക്ക് ഒന്നും കൂടെ പുതിയ കാര്യങ്ങളോ ആഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ കമ്പോസ് വിത്ത് ചാറ്റ് GPT യൂസ് ചെയ്ത് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടും നിങ്ങൾക്ക് ഒന്നും കൂടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതേപോലെ ചാറ്റ് GPT ഇൻ്റഗ്രേറ്റഡ് നോട്ട്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചാറ്റ് GPT ആപ്ലിക്കേഷൻസോ ബാക്കി ഒന്നും യൂസ് ചെയ്യാതെ ഇതേപോലെ ആക്സസ് ചെയ്യാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഈ ഓരോ നോട്ട്സുകളും നിങ്ങളുടെ iCloud-ആയിട്ട് സേവ് ആയിരിക്കും. ആൻഡ് ഈ ഒരു iCloud-ആയിട്ട് സേവ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസിലും ഈ ഒരു സെയിം ആപ്പിൾ ഐ ഡിയുള്ള എല്ലാ ഡിവൈസിലും ഈ ഒരു ചാറ്റ് GPT റിസൾട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് മെഡിക്കലായിട്ടോ അല്ലെങ്കിൽ പ്രൊഫഷണൽ പരമായിട്ടോ ഈ ഒരു ചാറ്റ് GPT നോട്ട്സ് യൂസ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാനും അതേപോലെ യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഈ ഒരു വീഡിയോയിൽ കൂടുതലും പുതിയ കാര്യങ്ങൾ iOS 18 പറ്റി നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഈ ഒരു അപ്ഡേറ്റിന് ശേഷമുള്ള പെർഫോമൻസ്, ബാറ്ററി എന്നിങ്ങനെ എല്ലാ കാര്യങ്ങളും ഫോളോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു വീഡിയോ മാത്രം കണ്ടാൽ പോലെ ഫോളോ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈ ഒരു അപ്ഡേഷൻ്റെ റിവ്യൂ കറക്റ്റായിട്ട് മനസ്സിലാവുക. സോ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉറപ്പ് വരുത്തുക.
എന്നാൽ മാത്രമാണ് റിലീസ് ചെയ്യുന്ന അപ്ഡേഷൻസ് നിങ്ങൾക്ക് സ്പോട്ടിൽ തന്നെ ലഭിക്കുകയുള്ളൂ. ആൻഡ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എന്നീ പറഞ്ഞ എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Vibin Xavier signing from Evica.